ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ബ്രൂത്ത കാർട്ടക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വേറെ ഒന്നുമില്ല, കോമ്പിനേഷൻ സ്വിച്ച് ഒന്ന് അഴിക്കേണ്ട ഒരു അവസ്ഥ വന്ന കാരണം അതൊന്ന് കാണിച്ചു. എല്ലാവരും ചോദിച്ചു കോമ്പിനേഷൻ സ്വിച്ച് അഴിക്കണം എങ്ങനെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് ഇത്തിരി പ്രശ്നമാണ്. ഇത് മാറ്റാനുള്ള സ്വിച്ച് തന്നെയാണ്, മാറ്റേണ്ടി വരും. എന്നാലും നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ക്ലിയർ ആക്കി ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓടിക്കൂടല്ലോ കുറച്ചാണ് കണ്ടമാനം തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ഇത് കണ്ട ഇങ്ങനെ ഒരു ടൈ ഉണ്ടായിരുന്നു. ഇവിടെ ടൈ ഞാൻ ഉരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. അതിനുശേഷം ഇവിടെ 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അങ്ങ് ഉരിയാൽ മതി. ഇവിടെ 4 സ്ക്രൂ ഉണ്ടാവും. ഇത് 4 സ്ക്രൂ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ ബ്ലാക്ക് പുറത്തുള്ള ആ കറുത്ത ഇത് ഊരിയെടുക്കാം നമുക്ക്. ഇനി കറുത്ത ഇത് പുറമേ ഉള്ളത് ഇവിടെ 2 ലോക്കിൻ്റെ അകത്തായിരിക്കും ഇരിക്കണേ. ഉണ്ട്, കുത്തിയെടുത്താൽ മതി. ഇത് ഓൾറെഡി ഇത്തിരി ഡാമേജ് ആയിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് നമുക്കിത് പൊക്കിയെടുക്കണം. പൊക്കിയെടുക്കാനായിട്ട് ഇവിടെ കുറേ പിന്നുകളാണ്. ഇതേണ്ട, ഇതിങ്ങനെ ഇവിടെ നിന്ന് ഓരോ ലോക്കിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എടുക്കണം. അതുപോലെ ഇതിവിടെ 2 ഉണ്ട്. അപ്പം അത് ഇതിൻ്റെ ലോക്കുകൾ വരുന്നത് ഇതേ കണ്ട, ലോക്കുകളുണ്ട്. ഇങ്ങനെ ഞെക്കി എടുത്താൽ മതി, വലിച്ചടിച്ചിട്ട്. ഇനി ഇവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പൊക്കണം. ബോർഡൊക്കെ ഉണ്ട് കേട്ടോ, പൊക്കുമ്പോൾ സൂക്ഷിച്ച് പൊക്കണം, ഒടിഞ്ഞൊന്നും പോരുത്. പിന്നെ കുറേ സ്പ്രിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് പോണേന്ന് നോക്കിയിട്ട് ഊരാനായിട്ട് ഇതിങ്ങനെ വലിച്ച് ഊരി എടുത്താൽ മതി. അല്ലേ, ഈ ഇതിനകത്ത് ചാടിപ്പോകാനുള്ള സാധ്യത ഉള്ളത് ഇതൊക്കെയാണ്. ഇതൊക്കെ കണ്ടോ, ഇതിങ്ങനെ ചുമ്മാ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഊരിപ്പോരുന്നേ കണ്ടോ. ഇതൊക്കെ ഇങ്ങനെ ഊരിപ്പോവും. അപ്പോൾ ഇതൊക്കെ പോന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. ഇതേണ്ട, ഇവിടെ ഒരു ചെറിയൊരു സാധനം കിടപ്പുണ്ട്. ഇത് പോയാൽ പണി കിട്ടും, പിന്നെ ഇത് വർക്ക് ചെയ്യില്ല. അതെ കണ്ട, അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് തിരിച്ചിടണം. അതെ കണ്ട, ഈ സ്പ്രിങ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലെ എല്ലാ കട്ടകളും ഊരിപ്പോരും. ഇതാണ് നമ്മൾ കമത്തി കഴിഞ്ഞ് ഇതിങ്ങനെ ഊരിപ്പോരും. ഇത് ഇവിടെ നിന്ന് ഊരിപ്പോരും, ഇത് ഊരിപ്പോരും. പിന്നെ ഇത്ര സാധനങ്ങൾ ഇങ്ങനെ ഊരിപ്പോരും. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഇതിൻ്റെ ബോർഡ് ഞാനിപ്പം തുടച്ചിട്ടുണ്ട്, നിറച്ച ആൾക്കാരുന്നു അതിൽ തുടച്ചിട്ടുണ്ട്. എന്നാൽ തുടച്ചിട്ട് ഞാനിങ്ങനെ ഈ പേപ്പർ ഇട്ടിട്ട്, ചെറിയ പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കളഞ്ഞാണ് കംപ്ലീറ്റ്. ഇത് പച്ച ക്ലാവ് പിടിച്ചേക്കരുത്, ഇതുപോലെ പച്ച ക്ലാവ് പിടിച്ചേക്കാണ് ഇതിനകത്ത്. കംപ്ലീറ്റ് ഇങ്ങനെ പേപ്പർ ഇട്ടൊന്ന് ഉരച്ചതാണ്. ഉരച്ചിട്ട് നമുക്കിനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതിനകത്തേക്ക് ഈ സബോളിൻ ഇങ്ങനെ എന്തെങ്കിലും സബോളിന് ഗ്രീസ് ഇടണ്ട. പക്ഷേ ശരിക്കും ഡൈ ഇലക്ട്രിക് ഗ്രീസ് ഉണ്ട്, ലിക്കിമോളിയുടെയൊക്കെ. പക്ഷേ ആ സംഭവം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, തീർന്നു പോയി. അത് ഓൺലൈൻ വർത്തനാണ്, ഭയങ്കര വിലയാണ് അതിന്. അതാണ് ഇടേണ്ടത്. നമുക്കിപ്പോൾ തൽക്കാലം ഈ സബോളിനോ വാസലിനോ എന്തെങ്കിലും ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. കണ്ട, നമ്മളിതൊക്കെ ഇങ്ങനെ പതുക്കെ പേപ്പറൊക്കെ ഇട്ട് ഉരച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീരും. പിന്നെ ഇത് വർക്ക് ചെയ്യാനുള്ള ചില ടൈറ്റ് വന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ആണ് ഈ ടൈറ്റ് വരാനുള്ള ഒരു കാരണം. ഇതുണ്ട്, ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകണമാണ്. കണ്ടോ, അപ്പം ഞാൻ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ വേറെ പ്രത്യേകത ഉണ്ട്, 2 പൊസിഷൻ ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് നമ്മുടെ തിരിച്ചൊക്കെ ആക്കാൻ പറ്റും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. തിരിച്ചാക്കുന്ന ഇവിടെ അല്ല, നമ്മുടെ പുറത്തെ വണ്ടികൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള വണ്ടികൾക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കുള്ളത്, അപ്പോൾ നമ്മൾ ശരിക്കും നോക്കണം, ഊര്യവശം തന്നെ ഇടണം. ഇതിപ്പോൾ മുൾഭാഗം ഇതാണ്, ഇതിൻ്റെ ഇവിടെ തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത് പറഞ്ഞ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യണം. നേരെ തിരിച്ചൊന്നും എടുത്ത് വെച്ചേക്കരുത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് ഇത് വരുന്നിരുന്നത്, നമ്മുടെ ഹസാഡസിൻ്റെ സ്വിച്ച്. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് ചെയ്യണം. പിന്നെ ഇത് കണ്ടോ, ഇവിടെ കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഞാനെല്ലാം ഒരു ലൈനുകളൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ സബോളിനാണ് തേച്ചാൽ മതി. എന്തെങ്കിലും ഒരു സാധനം, അത് സബോളിൽ തേക്കുന്ന വേറെ ഒന്നുമില്ല, പക്ഷേ ചെറിയൊരു ലൂബ്രിക്കേഷൻ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊന്ന് ഓക്സിഡൈസ് ആവാണ്ടിരിക്കും. അതാണ് ഒരു കാര്യം. ഈ ഇരിക്കണത് സ്റ്റിയറിങ്ങിൻ്റെ ഉണ്ടോ, സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ബാക്കിൽ വരുന്ന ഹോൺ ഉണ്ടല്ലോ, മറ്റേ ഹോണിൻ്റെ പാഡിലേക്ക് വരുന്ന കണക്ഷൻ, അത് മുട്ടുന്ന ഇവിടെയാണ്. അപ്പോൾ അതാണ്. അപ്പോൾ എല്ലായിടത്തും ഇത്തിരി സബോളിനൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഓക്സിഡേഷനൊക്കെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഞാൻ എല്ലായിടത്തും തേക്കട്ടെ, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം കേട്ടോ. ഊരിയ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ വയ്ക്കണം കേട്ടോ. ഇത് ഇവിടെ വരണതാണ്, അതായത് നമ്മുടെ ഹെഡ്ലൈറ്റ് പാർക്ക് ഇതൊക്കെ ഓണാക്കണത് കണ്ടോ. നമ്മളടുത്ത് ഇരിക്കുമ്പോൾ ഇത് ഇങ്ങനെ വർക്ക് ചെയ്യണതാണ് കണ്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിനും ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഈ ട്രാക്കിലൊക്കെ കുറച്ച് സബോളിൽ തന്നെ മതി, ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഓടുക സാധനം.
ഇത്തിരി സ്മൂത്തായിട്ട് ഓടിക്കോളും. നമ്മൾ തിരിക്കുമ്പോൾ അത് സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അതവിടെ വയ്ക്കുക. അത് അതിൻ്റെ പൊസിഷനിൽ കണ്ടോ, ആ പൊസിഷനിൽ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഈ ഒരു ഇത് കണ്ടോ, ഈ ഒരു കുറ്റിയുണ്ട്, ഇത് ഇവിടെ കാണാൻ പറ്റും. ഇത് പൊങ്ങിയേക്കണ കുറ്റിയുണ്ട്, ഞാൻ പൊങ്ങിയേക്കണത് ആ തിരിയണ കുറ്റി കാണാൻ പറ്റും. ശ്രദ്ധിച്ചാൽ ഉണ്ടോ, ആ തിരിയണ കുറ്റിയിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഓടിച്ച് നോക്കാം. അപ്പോൾ കണ്ടോ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്. അതാണ് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് നോക്കണോട്ടോ. ഇത് ഇങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെ ഒരു പൊസിഷനിൽ വയ്ക്കുക. ഇപ്പോൾ നമുക്കിത് കണ്ടോ, ഇങ്ങനെ നമ്മളെ ഡിമ്മും ബ്രൈറ്റും പൊസിഷനാണ് ഇത്. കണ്ട, ഡിമ്മും ബ്രൈറ്റും പറഞ്ഞ ഒരു പൊസിഷൻ വർക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഹെഡ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് ഇത്തിരി ഇതൊക്കെ ഇട്ട് വെച്ചിരുന്നാൽ മതി. പിന്നെ വരുന്നത് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെയാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ വരുമ്പോൾ ആകെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് തിരിച്ചും മറിച്ചു വിടാം. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ വരും, ഇതിൻ്റെ അകത്ത് കണ്ടറിയാൻ പറ്റും. അതായത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓക്കെ, ഇതിങ്ങനെ ഇതിനകത്ത് വരണം. അതായത് ഈ ഒരു പൊസിഷനിൽ തന്നെ വരും. ഇവിടെ ഉണ്ടാവില്ല, ഒരു സൈഡിലേ ഉണ്ടാവുള്ളൂ. അത് ഈ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ എവിടെയാണോ മോൾ ഭാഗം വന്നിരുന്നത്, നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ ആയിരിക്കും വരുന്നത്. അത് ശ്രദ്ധിച്ചിട്ടാണ്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല. പിന്നെ മെയിനായിട്ടുള്ള സാധനത്തിൽ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത്, നമ്മുടെ ഹസാർഡ് സ്വിച്ച്. ഹസാർഡ് സ്വിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമുണ്ട് കണ്ടോ, ഇത് ഇങ്ങനെ ഇതിനകത്തേക്ക് ഇടണം ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് മൂവ്മെൻറ്റ് ചെയ്യണത് കണ്ടോ. ഇത് ഇവിടെ ഇങ്ങനെ മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കണ്ടോ. ഇതുകൊണ്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് വരും. ഇവിടെ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ ഇവിടെ മാത്രം ഗ്രീസ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിടിച്ചിരിക്കില്ല. അങ്ങനെ ഇടുമ്പോൾ ചാടിക്കും, ഗ്രീസിലാണ്. ഇത് ഇടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി കണ്ടിട്ടില്ലെങ്കിലൊക്കെ ചാടിക്കും. ഇപ്പോൾ ഇവിടെ സ്പ്രിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കടത്താൻ പറ്റുള്ളൂ. ഞാൻ ഇത് ഊരിയെടുത്ത് മാറ്റാൻ പറ്റും, പക്ഷേ ഊരാണ്ടിരിക്കാൻ നല്ലത്. ഊരി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുളമാവും. അപ്പോൾ അത് കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി കടത്തിയാൽ മതി. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഈ പണി വരണ വഴി അറിയില്ല. സ്പ്രിങ് നോക്കിയിടാം. ആദ്യം തന്നെ ഇതിൻ്റെ അടിയിലെ സംഭവം കറക്റ്റായിട്ട് വെച്ചിരുന്നാൽ മതി. ഈ ട്രാക്കിലേക്ക് ഉണ്ടോ, ഇവിടെ ട്രാക്കുണ്ട്. ആ ട്രാക്കിലേക്ക് കറക്റ്റായിട്ട് ഇതിനെ വയ്ക്കണം. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചാൽ മതി. ഇത് വെച്ചിട്ടേ സ്പ്രിങ് ഇടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ്റവും അവസാനത്തിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ കേട്ടോ. സിമ്പിളായിട്ട് ഇടാൻ പറ്റും. ഇത് മുട്ടുണ്ട്, ഇത് കണ്ടോ, ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ ബോക്സ് ഇതില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു അൾട്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മനസ്സിലാവും, നമ്മുടെ സ്റ്റിയറിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് സ്വിഫ്റ്റിൻ്റെ സ്റ്റിയറിങ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയിലായതുകൊണ്ട് ഇവിടെ ചെറിയൊരു ബെൻഡ് വരുത്തിയിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം, ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിട്ട് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് കടത്തിയാൽ മതി. കറക്റ്റായിട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ഇത് ഇവിടെ മാത്രം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയാണ് വീഴാൻ ഇച്ചിരി പാട് വരിക. ഇത് ഇവിടെ ഈ ഒരു കട്ടയുണ്ട്, ഈ ഒരു ഹോളിലേക്ക് ഇട്ടിട്ട് അതൊക്കെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനി ഇവിടെ എങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഈസിയായിട്ട് വീഴും. പിന്നെ നമ്മൾ ഈ വശവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇടുക. പിന്നെ ഈ വശവും കറക്റ്റായിട്ട് ഇടുക. കണ്ടോ, ഇവിടെ വെച്ച് ഇടുക. ഓക്കെ, ഇനി ഇപ്പുറത്തും അങ്ങനെ ഇടുക. ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഈ ഹസാർഡസ് വർക്ക് ചെയ്യേണ്ടതെന്ന് മാത്രം നോക്കി വെച്ചാൽ മതി. കണ്ടോ, ഹസാർഡസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കുക. വെളിച്ചൊക്കെ നോക്കിയാൽ മതി. ഞാനിപ്പോൾ ഗ്രീസിൻ്റെ ഒക്കെ ചെറിയ ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ശരിയായിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ഓരോന്നും ഇട്ട് നോക്കുക. എല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര വില ഒന്നും പിടിക്കരുത്. എന്തെങ്കിലും ഇട്ടേക്കണം, മാറിപ്പോയേക്കണമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ച് നോക്കുക. ഓക്കെ, അതായത് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെക്കുക. പിന്നെ കഴിഞ്ഞു. ഇനി ഈ വശം ഇതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഇട്ട് വെക്കുക. കണ്ടോ, ഓക്കെയാണ്. പിന്നെ ഇതൊന്ന് വലിച്ചു നോക്കുക. ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് കോമ്പിനേഷൻ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ബാക്കി ഭാഗം അതും കൂടി ഒരു ഇട്ടേക്കാം കേട്ടോ. അതിനൊരു പൊസിഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് പറഞ്ഞുതരാം. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് മുറുകുന്ന ഹോളുകൾ ഇത് ഇവിടെയാണ്, ഈ 4 അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വരും. ഈ ഒരു പൊസിഷനിലേ വീടുള്ളൂ. ഇവിടെ 2 ഇത് ഈ അറ്റത്ത് ഇവിടെ വരും. ഇതും അതുപോലെ തന്നെ അവിടെ കയറ്റി വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ കയറ്റി വയ്ക്കുക. ഈ വശം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമ്മുടെ 4 സ്ക്രൂ എടുത്തിട്ട് മുറിക്കിയാൽ മതി. അപ്പോൾ ഇതിനായിട്ട് ടൈറ്റ് മുറിക്കുക.
ഇത്ര സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ചാടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പ്രിങ് പാടൊക്കെ തെറിച്ച് പോയാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വില വരണമെന്ന് പറഞ്ഞാൽ 1350 രൂപയ്ക്ക് നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞ കമ്പനിയുടെ വരണ്ട 1250 1350 ഒറിജിനൽ അതിൽ കൂടുതൽ വിലയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെയാണ് സാധാരണ പറഞ്ഞത്, ഇതിൻ്റെ ഉള്ള കംപ്ലൈൻറ്റുകളൊക്കെയാണ്. ഇവിടെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വരിക. അപ്പോൾ അവിടെ ഒരു ബോളുണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ ബോൾ ചാടിപ്പോയിണ്ടാവും. അതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. ഇതിൻ്റെ പരിപാടി ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് എന്തായാലും അഴിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അഴിക്കേണ്ടി ഒന്ന് അഴിക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.